अच्छा सर. എന്താണ്ടാ സുഖം സർ. ഇപ്പോഴും ഉണ്ടോടാ നിന്റെ പഴയ പരിപാടിയൊക്കെ? ആരാ മനസ്സിലായില്ല? ഡോക്ടറെ, ഇവന് എൻ്റെ ഡോസ് കുറച്ച് കൊടുത്താൽ ശരി സർ. പറയുമല്ലേ സർ? സാറേ, എൻ്റെ പെങ്ങളും. ഞാൻ അറിഞ്ഞു. തടവുകാരുടെ വിഷമങ്ങൾ ഒരു പരിധിവരെ ഞങ്ങളെയും വിഷമിപ്പിക്കാറുണ്ട്. ഈ യൂണിഫോം ഇട്ടുകൊണ്ട് ഒരു പരിധിക്കപ്പുറം എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അലക്സിനെ എനിക്ക് സഹായിക്കണമെന്നുണ്ട്. സാർ, അലക്സിനെ ഒരിക്കൽ കൂടി പരോൾ ബോർഡിൽ വെച്ചാലോ? അഡ്വൈസറി ബോർഡിൽ പാസ്സാവുന്നതാവട്ടെ. നോക്കാം. നടക്കുമോ സാറേ? ഒരു പ്രാവശ്യം നടക്കാതെ പോയതല്ലേ. നടക്കും. ബി പോസിറ്റീവ്. പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ഒന്നുകൂടി അയക്കണം. യെസ് സർ. അലക്സിൻ്റെ നിന്ന് ഒരപേക്ഷ കൂടെ വാങ്ങിച്ചോളൂ. ശരി സർ. എല്ലാം ശരിയാവുന്നേ. ആ, റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആഹാ, അലക്സിന്റെ പോലീസ് റിപ്പോർട്ട് അനുകൂലമാണല്ലോ. മേശ്രി, ഇന്നിനി യാത്ര പറയാൻ നിൽക്കണ്ട, ഒക്കോ. സാറേ, 4 പേര് കൂടാതെ 5 മെഡിക്കൽ കോളേജ്, 1 ഞാൻ. 10 പേരുടെ എണ്ണം കുറച്ചേക്കണേ. ഓക്കെ, ശരി. നാളെ ആണിക്കും സൽമാനും കേസുള്ളത് മറന്നു പോലെ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്നാ വരട്ടെ. ശരി. സാറേ, അലക്സേ, ഇതാ ഇവിടെ ഒപ്പിട്. എന്താടാ ഇത്തവണ പാട്ടും ബഹളമൊന്നും ഇല്ലേ? ഇല്ല സാറേ. അലക്സേ, തിരിച്ചു കയറാനുള്ള ഡേറ്റ് മറക്കണ്ട. അടുത്ത മാസം 10-ാം തീയതി 5 മണിക്ക് മുൻപ്. പിന്നെ കേസിലൊന്നും പെടാതെ സൂക്ഷിച്ചോണം. എന്നാ വരട്ടെ സാറേ. സാറേ, ഞാൻ അലക്സ് പരോളിൽ ഇറങ്ങിയതാ. ഒപ്പിടാൻ വന്നതാ. പഴയ അടിവാരം കേസ്. ആദ്യത്തെ ഒന്ന് എസ് ഐ സാറിനെ കണ്ടിട്ട് വാ, എന്നിട്ട് ഒപ്പിടാം. ഓക്കെ, ഞാൻ വിളിക്കാം. അലക്സ്, ജയിലിലെ നല്ല അടപ്പ് ഇവിടെ നാട്ടിൽ കണ്ടേക്കണം. വെറും 15 ദിവസം മാത്രമേ ഉള്ളൂ. അറിയാലോ? അറിയാം സാർ. കേസുമായി ബന്ധപ്പെട്ട ആരുമായിട്ടും യാതൊരു പ്രശ്നം ഉണ്ടാക്കിയേക്കരുത്. എന്നാ ഒപ്പിട്ട് വയ്ക്കും. അലക്സേ, നീ എന്താ ഒന്ന് വിളിച്ചു പറയാ പോലും ചെയ്യാണ്ട് വന്നേ? ഇതല്ലേ എൻ്റെ ഒരു ഭംഗി. ഹസീന, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. വാ, കേറി വാ. ഇതാരാന്ന് മനസ്സിലായ എനക്ക്? ഇല്ല. ഇത് നമ്മുടെ അലക്സാടി. ഇക്ക എപ്പോഴും നിങ്ങളെ പറ്റി പറയും. വാ, കേറിയിരിക്കേ. ഇവിടെ നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ ചായ എടുക്കാം. എൻ്റെ ഒരകന്ന ബന്ധത്തിലുള്ളതാ. ബന്ധുക്കളെല്ലാവരും കൂടെ ആലോചിച്ച് പെട്ടെന്ന് ഇങ്ങോട്ട് നടത്തി. മോള് വാ. ഇവളെ മനസ്സിലായ? പിന്നെ കത്രീനയുടെ അതേ മുഖമല്ലേ അവൾക്ക്. നീ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? +1. കത്രീന മരിച്ച പിന്നെ വർഗീസ് മുഴുക്കുടിയനായി. വീട്ടിൽ തന്നെ വാറ്റും കുടിയും. എപ്പോൾ നോക്കിയാലും പോലീസുകാരും എക്സൈസുകാരും. പെങ്കൊച്ച
അവിടെ നിർത്തിയാൽ ശരിയാവില്ല എന്ന് എനിക്ക് തോന്നി. ഞാൻ ഇവിടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. അവൻ്റെ ഈ പ്രവൃത്തി കാരണം മനംനൊന്നിട്ടായിരിക്കും കത്രീന പോയത്. ഇവിടെ വരാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് വരും. ഇവളെ കണ്ടിട്ട് തിരിച്ചു പോകും. മോളെ വാ. ഇതൊക്കെ അവളുടെ പണിയാ. അവൾക്ക് വേണ്ടി ഞങ്ങൾ ക്രിസ്മസും ഒക്കെ ആഘോഷിക്കും. എത്തിയ സഖാക്കള്. അതുകൊണ്ട് ഇന്നത്തെ കച്ചവടമൊക്കെ ഞങ്ങൾ പോന്നു. എന്റെ കാലിന് വയ്യാണ്ടായ പിന്നെ കച്ചവടമൊക്കെ ഉമ്മാരാണ് നോക്കണത്. ആ കാലിനിപ്പോൾ എങ്ങനെയുണ്ട്? നടക്കുമ്പോൾ നല്ല വേദനയുണ്ട്. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, ഒന്ന് കുളിക്കണം. എന്നിട്ട് വേണം മോനെ കാണാൻ പോകാൻ. ആ പടെ 15 ദിവസമേ ഉള്ളൂ. എവിടെ പോണു നീ? ഇവിടെ നിന്നാ മതി. എന്നാ പിന്നെ നമുക്കൊന്ന് കൂടിയാലോ? എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കണം ഉമ്മാര്. ബ്രാൻഡിയാക്കാം. ഇങ്ങനെ മതിലില്ലാതെ ആകാശവും നക്ഷത്രവും കണ്ടിട്ട് ഇന്നേക്ക് സൂക്ഷം 8 കൊല്ലമായി. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചാലേ നിങ്ങളെയൊക്കെ പിന്നെയും കാണാൻ പറ്റുള്ളൂ. അതൊക്കെ പോട്ട് സഖാവേ, വിട് മറന്നില്ല. ഇതങ്ങോട്ട് പിടി. വേണ്ട, എനിക്ക് എൻ്റെ മകനെ കാണാനുള്ളതാണ്. ഞാൻ കുടിച്ചു ചെന്നാലേ അവൻ എന്നോട് ചോദിക്കും, അപ്പനെ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് പുറത്തിറക്കിയത് ഇതിനാണോന്ന്. പിന്നെ മോനെ കണ്ടതിന്റെ സന്തോഷത്തിലാണ് പറഞ്ഞാൽ വേണ്ട കുടിക്കുന്നു. വേണ്ടെന്നേ, വേണ്ട കുടിയുന്നു. വേണ്ട വേണ്ട കുടിക്കാൻ അതൊക്കെ പറഞ്ഞു കേട്ടില്ലേ കുടിക്കണ്ടെന്ന്. കുടിച്ചിട്ട് ഇപ്പൊ ജയിലിൽ നിന്ന് പുറത്താക്കും. ആക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നോക്കാം. ഇങ്ങോട്ട് കുടിച്ചോട്ടെ. എനിക്കെൻ്റെ മോനെ കാണണം. ഇപ്പൊ കാണും. അവൻ എന്നെ കാത്തിരിക്കുന്നുണ്ടാവും. എടാ അലക്സ്, നീ കള്ളും വലിച്ചു കയറ്റി വെച്ചു അവനെ കാണാൻ പോകണ്ടാവേ. ഞാൻ അവനോട് പറഞ്ഞോളാം, അവനെ കാണാനുള്ള സന്തോഷത്തിൻ്റെ അവൻ അപ്പനെ ഇത്തിരി കള്ളു കുടിച്ചിട്ടുണ്ടെന്ന്. അവൻ സഹിച്ചോളും. നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ട് വാ, ഇല്ലേ ഞാൻ തനിയെ പോയിക്കോളാം. ഒരു വര വരച്ചാൽ തീരും നിന്റെയൊക്കെ ചാട്ടം. 5-8 കൊല്ലം കാത്തിരുന്നിട്ട് പ്രതികാരം ചെയ്യാൻ വന്നേക്കുന്നു. 10-15 ദിവസത്തേക്ക് പരോളി വന്നാ ഞാൻ എൻ്റെ മോനെ ഒന്ന് കാണാൻ. അതിനെന്തെങ്കിലും തടസ്സം നിന്നാ ആനയുടെ കൂടപ്പുറപ്പുകളാണെന്ന് ഞാൻ വിചാരിക്കില്ല. കത്തി അറിഞ്ഞിരിക്കുന്ന ക്ഷവരഞ്ജി. മൂലക്കിട്ട് നന്നായി ചവിട്ടി കൂട്ടേണ്ടതാ. ജയിലിലെ നല്ലടപ്പാരാണെന്ന് ജയിൽ സാർ പറഞ്ഞുകൊണ്ട് മാത്രം നിന്നെ ഇപ്പൊ വിടും. പരോള് കാലം കഴിയുന്നവരെ ഇവിടെ കിടന്നെന്തെങ്കിലും അഭ്യാസം കാണിച്ചാ സാറേ ഞാനല്ല, സെമിത്തേരി വെച്ച് അവരായിരുന്നു. കൂടുതൽ വിശദീകരിച്ച് നീ ബുദ്ധിമുട്ടണ്ട. ഇനി ഒരിക്കൽ കൂടി നീ എന്റെ കയ്യിൽ വന്ന് ചാടിയാൽ പറ്റോ? വല്ല കാര്യം ഉണ്ടായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, അവന്മാരൊക്കെ നിന്നെ കൊടുക്കാൻ വേണ്ടി നടക്കുകന്നേ. നീ ആരോടാന്നേ ഈ പരിഭവം കാണിക്കണേ? ഞാൻ എൻ്റെ മോനെ കണ്ടിട്ട് 8 കൊല്ലമായി. അവനെ എന്നെ പരോളിൽ ഇറക്കിയത്. ഇപ്പൊ വന്നിട്ട് 2 ദിവസമായി. എൻ്റെ മോനെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഒരുതരം കളിയാ. എന്തിനാ എൻ്റെ മോനെ എല്ലാവരും കൂടെ മറച്ചു വെച്ചിരിക്കുന്നത്? എന്നാ ചെയ്യേണ്ടത് എനിക്കറിയാം. അലക്സേ, നിന്നെ നീ പറയണ കേൾക്കുന്നേ. പ്രിൻസിപ്പാളിനെ അറിയാതെ അവിടെയാണ്. കമൻ.
എന്താ? മകനെ ഒന്ന് കാണാൻ വന്നത്. എന്താ കുട്ടിയുടെ പേര്? ഷൈൻ ഫിലിപ്പോസ്. ഓ, ഷൈൻ ഫിലിപ്പോസ്. മകൻ്റെ പഠിത്ത കാര്യം എന്തെങ്കിലെക്കുറിച്ച് ഒന്ന് അറിയാൻ വന്നതാ. അവനിവിടെ ഇല്ല, ഫുട്ബോൾ ടൂർണമെൻറ്റിന് പോയിരിക്കുക. 2 ദിവസം കഴിഞ്ഞേ വരൂ. ശരി. ശിക്ഷയ്ക്ക് കഴിഞ്ഞോ? പരോളിലാ. എന്തായി പോയിട്ട് അവനെ കണ്ടോ? ഇല്ല. വാ ഇരിക്ക് കഴിക്കാം. എനിക്ക് വേണ്ട. നിന്നെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് തന്നെ വലിയ വിഷമം തോന്നുന്നുണ്ട്. അവനേതോ ഫുട്ബോൾ ടൂർണമെൻറ്റിന് പോയിരിക്കുമെന്ന് അവിടുത്തെ സാറന്മാർ പറഞ്ഞു. ഞാനേതായാലും അങ്ങോട്ടൊന്ന് പോവാ. അല്ല, നീ ഒറ്റയ്ക്ക് പോകണ്ട, അവന്മാരെ കൂടെ കൂട്ടിക്കോ. ഓ, സാറേ, ഈ മേരി മാതാ സ്കൂളിലെ പിള്ളേരെ കാണാൻ എന്താ വഴി? അവരൊക്കെ കളി കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് പോയി. ഇനി കളി കഴിയുന്നവരെ ഹോസ്റ്റലിലാണ് താമസം. എവിടാ ഹോസ്റ്റൽ? ഇവിടെ നിന്നൊരു 5 കിലോമീറ്റർ വരും. ചേട്ടാ, അവര് പുറത്തേക്ക് പോയല്ലോ ചേട്ടാ. എപ്പോ വരുമെന്നറിയോ? അതറിഞ്ഞൂടല്ലോ ചേട്ടാ. അപ്പൊ ചേട്ടാ ചേട്ടാ ചേട്ടാ, അടിവാരത്തേക്കുള്ള ബസ്സിനുണ്ടോ? ലാസ്റ്റ് ബസ് വരാനുണ്ട്. ഇവിടെ നിർത്തുവോ? ഇവിടെ നിർത്തില്ല, ആ മൂല തിരിഞ്ഞവിടെ നീങ്ങി നിന്നാ മതി. ഇവിടെ ഒന്ന് കിടക്കുകയാണ്. അലക്സേ, 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 നീ എപ്പോ വന്ന്? രാത്രി വിളിക്കായിരുന്നില്ലേ? തറയിലാണോ വന്നിട്ട് ഉറങ്ങണത്? ഓ, തറയിൽ കിടന്നു. അതിപ്പോ ഒരു ശീലമായിപ്പോയില്ല. എന്നാ ഞാൻ വന്നപ്പോ ഒരുപാട് വൈകി. പിന്നെ ആരെയും വിളിക്കണ്ടെന്ന് വിചാരിച്ച് ഇവിടെ തന്നെ കിടന്നു. എന്നാ വാ, അകത്തോട്ട് വാ, ഇവിടെ നല്ല മഞ്ഞുണ്ട്. മോളെ, ഉമ്മച്ചനോട് 2 ചായ എടുക്കാൻ പറ. സംസ്ഥാനത്ത് വീണ്ടും ATM കവർച്ച ശ്രമം. കൊറ്റാമൻ ജംഗ്ഷനിലെ ATMൽ ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. അക്രമിയെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇവിടെ ഇപ്പൊ ഈ നാട്ടിൽ ഇത് തന്നെയാണ് ഏർപ്പാട്. CCTV ദൃശ്യങ്ങൾ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് പരിശോധിച്ചു വരുന്നു. ആക്രമണത്തിനിരയായ സെക്യൂരിറ്റി അതീവ ഗുരുതരാവസ്ഥയിലാണ്. അക്രമിയെ ഉടൻ പിടികൂടുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. എന്തായി? എന്താണെന്നും മിണ്ടാത്ത? നിന്റെ ആ പഴയ അഭ്യാസം ഒന്നും ഇറക്കാൻ നോക്കണ്ട. കാശ് കിട്ടണം ഏത് വഴിക്കാണേലും. കേട്ടടാ? ആരെ കാണാനാ? എന്റെ മോനെ കാണാൻ.
ആ കുരിപ്പിന്റെ ഇത്തവണ രക്ഷപ്പെട്ടു കളഞ്ഞു. എന്നാ സാറേ എന്നാ പറ്റി? അവൻ ഈ സ്കൂളിലെ സ്റ്റുഡന്റാ. കഞ്ചാവ് വിൽപ്പന പ്രധാനപ്പെട്ട ജോലി. പിടി തരികയില്ല. ഇല്ലെങ്കിൽ അവൻ എന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചെന്നെ. അതെങ്ങനെയാ? അവന്റെ അപ്പ അമ്മയെ വന്നിട്ട് ജയിലിൽ പോയതല്ലേ? തന്തയും തള്ളയും വളർത്തിയിട്ട് മക്കള് തന്നാവുന്നില്ല. പിന്നെ ആരില്ലാത്ത മോളെ മോളെ ആ എന്താ വർഗീസേ? മോളെ കൊണ്ടുപോകാൻ വന്നതാ. ജയിൽ പുള്ളികളുള്ള വീട്ടിൽ നിർത്താൻ പറ്റിയല്ലോ. ഇവിടെയും കിണറുള്ളതല്ലേ. ഒന്നാമത് കിണർ അയാളുടെ ഒരു വീക്ക്നെസ്സാ. എനിക്കിനി ഇവള് മാത്രമേ ഉള്ളൂ. മോളെ കാണാനാണെങ്കിൽ കണ്ടിച്ച് പോ വർഗീസേ. മോളെ മോളെ അറിഞ്ഞോ നിന്റെ മാമച്ചിയുടെ വിവരം? ഇറങ്ങിയ ഉടനെ തന്നെ സെക്യൂരിറ്റിക്കിട്ടൊരു പണി കൊടുത്തു. ഉടനെ അകത്ത് പോകും. ഇനി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. നീ പെട്ടെന്ന് ഇറങ്ങാം, നമുക്ക് പോവാം. മാമച്ചി ആരും കൊന്നിട്ടില്ല. ഇടി അതിന്റെ തെളിവെല്ലാം പോലീസിന് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ചേർത്തിട്ട് ആ പോലീസ് ഒരു പൂട്ടങ്ങ് പൂട്ടും. അറിയാലോ. ഇനി ഇറങ്ങിയതിന് ശേഷം ആർക്കൊക്കെ ഇട്ടാ തട്ട് കിട്ടാൻ പോകുന്നറിയില്ല. തൽക്കാലം നമുക്ക് രക്ഷപ്പെടാം. നീ ഉള്ള സാധനം കൂടെ എടുത്തോണ്ട് ഇറങ്ങിക്കും. ഞാൻ എങ്ങോട്ടും ഇല്ല. അപ്പനെ വിശക്കുന്നില്ലേ? വല്ലതും വേണമെങ്കിൽ അകത്തൊന്നും മിണ്ടാതിരി. ഞാൻ എന്തേലും ഉണ്ടാക്കി തരാം. എന്നാ 2 മുട്ട എടുത്ത് പൊരിച്ചോ. ബുൾസായാലും മതി. കൊറ്റാമത്തെ നാട്ടുകാരും രാഷ്ട്രീയക്കാരൊക്കെ കളയിട്ടുണ്ട്. ആ CCTV കണ്ട ബൈക്കിന്റെ പിന്നാലെ പോലീസിന്റെ അന്വേഷണം. ഈ നമ്പർ നോട്ട് ചെയ്തു. ശരി. ഹലോ ഹലോ, നീ എന്താണ് തിരിച്ചു വിളിക്കാഞ്ഞേ? എന്തുവേണോ ഒന്നും മിണ്ടാത്തെ? നാളെ വൈകുന്നേരം വരെ ഞാൻ സമയം തരും. ഇവനായിരിക്കും ഷൈൻ്റെ കൂടെ ബൈക്കിലുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവനെ കണ്ടെത്തണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വേറൊരുത്തം വിളിക്കുന്നുണ്ട്. അവനെയും നോക്കാം. ഇവിടെ അടുത്തെവിടെയാ മുസ്ലിം പള്ളിയുള്ളത്? പള്ളി ഇവിടെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട്, 2 കിലോമീറ്റർ അപ്പുറത്താണ്. ഞാൻ മുമ്പൊക്കെ അവിടെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ കാലിന് പാടില്ല എൻ്റെ, പിന്നെ വീട്ടിൽ തന്നെ നിസ്കരിക്കും. പിന്നെ ചിറ്റാട്ടുമുക്കിലൊരു പള്ളിയുണ്ട്, ഒരു 5-6 കിലോമീറ്റർ അപ്പുറത്താ. എന്നാടാ കാര്യം? അവൻ ഫോൺ ചെയ്യുമ്പോൾ ഏതോ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ 2 പള്ളിയുടെ അടുത്തുനിന്ന് എവിടെന്നെങ്കിലും ആയിരിക്കും. നാളെ വൈകുന്നേരത്തിന് മുമ്പ് അവനെ കണ്ടുപിടിക്കണം, അല്ലേ കുഴപ്പമാണ്. ഏതെങ്കിലും പബ്ലിക് ബൂത്തിൽ നിന്ന് ആ നമ്പർ കിട്ടുന്നവരെ വിളിക്കണം. ബാക്കി ആരെയും നോക്കണം. നിൽക്കടാ. ഒരു നല്ല ഭർത്താവാൻ നിന്നെ കൊണ്ട് പറ്റിയില്ല. അതിനി സമയവും ഇല്ല. നല്ലൊരു അപ്പനാകാനുള്ള സമയമുണ്ട്. ആ കൊച്ചിനെ കൊണ്ടുപോയി നല്ലോണം നോക്കി വളർത്തിയാൽ നിനക്ക് വയസ്സുകാലത്ത് ഉപകരിക്കും. ചുമ്മാ കുടിച്ച് കൂത്താടി നടക്കാതെ. ഇപ്പം ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ച് നീ നന്നാവണ്ട. ഞാൻ 10-15 ദിവസം കഴിഞ്ഞങ്ങ് പോവും. നന്നായ ചെയ്ത പാവമൊക്കെ തീരും. എന്തായി? മോന്റെ സ്കൂളിൽ പഠിക്കുന്നവരാരും ഈ ഭാഗത്തില്ല. ഇന്ന് നമുക്ക് ആ ചിറ്റാട്ടുമുക്ക് പള്ളിയുടെ അവിടെ നോക്കാം. വണ്ടിയിലോട്ട് കയറും. ആ വാർത്തയിൽ നിന്റെ മുഖം കണ്ടപ്പോ കാര്യങ്ങളൊക്കെ ഏതാണ്ട് പിടികിട്ടി. ചെക്കിനെ രക്ഷിക്കാനുള്ള ഓട്ടത്തിലായിരിക്കും. പക്ഷെ അതിനുള്ള സമയം വളരെ കുറവാണല്ലോ. അതെ,
പക്ഷെ എൻ്റെ മോനെ രക്ഷിക്കാൻ തന്നെയാണ് ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എനിക്കത് ചെയ്തില്ലേ പറ്റൂ. അബ്ദുക ശരി. അബ്ദുക്കയാ പോലീസ് അന്വേഷിച്ച് വന്നിരുന്നു. വൈകിട്ട് പോലീസ് ക്ലബ്ബിൽ തിരിച്ചറിയൽ പരേഡിന് ചെല്ലണോ? അയാളെ വിളിക്കേ. അലക്സ്, വാ. അന്ന് ബൈക്ക് ഓടിച്ചാൽ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ എന്ന് നോക്കി. ഒരു ക്രിമിനലിന് മറ്റൊരു ക്രിമിനലിനോട് സ്നേഹം തോന്നും. അതിവിടെ വേണ്ട. പോയി സൂക്ഷിച്ചു നോക്കടാ. ആരുമില്ല സാറേ. നേരാവണ്ണം നോക്കി വെച്ചാണോ പറയുന്നത്? അതെ സാർ. ശരി, പോയിക്കോ. അലക്സ് അവിടെ ഒന്ന് നിന്നേ. ദേ ഈ നിൽക്കുന്നവൻ അറിയോ? ഈ നിൽക്കുന്നവൻ അറിയോന്നു? അറിയത്തില്ലടാ, പറ. എൻ്റെ മകനാ സാറേ. സ്വന്തം മകനെ കണ്ടിട്ട് അറിയാത്ത പോലെ തിരിഞ്ഞു നടന്ന നിന്റെ അഭിനയം കലക്കി. മിടുക്കനല്ല. അലക്സേ, ഇവൻ വന്ന ബൈക്കിനും CCTVയിൽ കണ്ട ബൈക്കിനും സാമ്യമുണ്ടല്ലോ. പിന്നെ സെക്യൂരിറ്റിയെ ആക്രമിച്ചത് കണ്ട ഏക ദൃക്സാക്ഷി അലക്സാണ്. എന്തു പറയുന്നു? ആക്രമണത്തിനിടയിൽ സെക്യൂരിറ്റി അതിലൊരാളുടെ കഴുത്തിൽ പിടിച്ചതായി നീ മൊഴി കൊടുത്തിട്ടുണ്ടല്ലോ. ഉണ്ട് സാറേ. എങ്കിൽ അയാൾ പിടിച്ച ഇടത് കൈ കൊണ്ടാണോ അതോ വലത് കൈ കൊണ്ടാണോ? വ്യക്തമായിട്ട് ഓർമ്മയില്ല. ഇപ്പൊ പറഞ്ഞത് കള്ളമാണെന്ന് മനസ്സിലായി. പക്ഷെ കാര്യമില്ല. ദേ ഇവന്റെ കഴുത്തിൽ നഖം കൊണ്ട് മുറിഞ്ഞ പാടുണ്ട്. നിന്റെ മൊഴിയും ഇതും തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ കുറ്റവാളിക്കെതിരെയുള്ള ദൈവത്തിന്റെ കയ്യൊപ്പായിരിക്കുമെന്ന്. നാളെ ഫോറൻസിക് റിപ്പോർട്ട് വരും. അയാളുടെ നഖത്തിനിടയിലുള്ളത് ഇവന്റെ മാംസമാണെങ്കിൽ നീ നന്നായിട്ട് വിയർക്കേണ്ടി വരും. ഈ കേസിന്റെ അന്വേഷണ ചുമതല എനിക്കാണ്. നീ ഇപ്പൊ പോ. എന്തായി? ഞാൻ എൻ്റെ മോനെ കണ്ടു. ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ഇത്ര നാളെൻ്റെ മോനെ നിന്ന് മറച്ചു വെച്ചത്? ഇങ്ങനെ കാണാൻ വേണ്ടിയാണോ ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്? ഒരു വാക്കെന്നോട് പറയായിരുന്നില്ലേ?